കുമ്പളങ്ങി നൈറ്റ്സ് എങ്ങനെയായിരുന്നു ആ വിളി വന്നത്? ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഡാൻസ് ടീച്ചറായിട്ട്. എന്താണ് ഞാൻ കേൾക്കണേ? അപ്പൊ അവിടെ ഇതൊക്കെ കുറെ പേർക്ക് അറിയണ കാര്യമാണോ? ഇല്ല, അങ്ങനെ അധികം അറിയില്ല. പ്ലീസ് ഓപ്പൺ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ശ്യാമേട്ടന്റെ കോള് വരുന്നത്. 3 മാസം വർക്ക് ചെയ്തോളൂ, അപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഒരു സ്വപ്നം വീണ്ടും. എങ്ങനെയാണ് ശ്യാമായിട്ട് എങ്ങനെയാണ്? അപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല. ശ്യാമേട്ടൻ ഹാപ്പി വെഡിങ് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, ദൈവത്തിന്റെ അനുഗ്രഹം. ബേബി ഞാൻ പറയാണ്, ഇത് ശരിയാവില്ല, ഇത് നടക്കില്ല ബേബി. മനസ്സ് നമുക്ക് കളഞ്ഞേക്കാം. ബേബി മോളെ എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്. എനിക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കേണ്ടതാണ്, ഇവിടുന്ന് പുറത്തിറങ്ങി നടക്കേണ്ടതാണ്. വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. ചേട്ടൻ്റെ ആത്മാർത്ഥതയിൽ സ്നേഹത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ബേബി മോളെ എടി പൊടി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആരങ്ങനെ അവളെ വിളിച്ചാലും എനിക്കിഷ്ടമല്ല. സത്യമായിട്ട് എനിക്കിഷ്ടമല്ലാതെ എനിക്കത് സഹിക്കില്ല. അതും ഫഹദിന്റെ കൂടെ ആക്ട് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ വായിക്കായിരുന്നു. ആകെ ബാക്കി എല്ലാവരെയും അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു ഫഹദ് എന്നുള്ളത് ഞാൻ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ വായിച്ചു. ഫഹദ് എന്നുള്ള ആക്ടറിനെ എങ്ങനെയൊക്കെ പഠിച്ചു തീർന്നിട്ടില്ല എന്ന് വേണേൽ പറയാം. അവിടെ വെച്ച് ഭയങ്കര ടെൻഷനാണ് ഇക്കനെ ഫേസ് ചെയ്യാനായിട്ട്. പക്ഷെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീമാണ്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് അതും ഒരു ഭാഗത്തുണ്ട്. എല്ലാം കൂടെ ഞാൻ കൺട്രോൾ ചെയ്തു. അത് ഞാൻ എവിടെയോ പറഞ്ഞല്ലേ, 100 മാർക്ക് ഫഹദ് വാങ്ങിക്കുമ്പോ ഒരു 20 മാർക്ക് എനിക്ക് കിട്ടണ്ടേ? പക്ഷെ 20 യു വർ റിയലി ഗുഡ് ഇൻ കുമ്പളങ്ങി നൈറ്റ്. ഞാൻ അനലൈസ് ചെയ്തെടുത്തോളം അതൊരു സ്ത്രീപക്ഷ സിനിമയാണെന്നേ ഞാൻ വാദിക്കുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം പുരുഷന്മാരുടെ ലൈഫിലേക്ക് സ്ത്രീകൾ വരുമ്പോ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ആ കഥ പറയുന്നത്. അത് പക്ഷെ പറയാതെ പറഞ്ഞൊരു സിനിമയാണ് അല്ലേ? അതിലൊരു മാസ് ഡയലോഗ് ഉണ്ട്. ചേട്ടനായാലും ശരി, ആരായാലും ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും ശരി, മര്യാദയ്ക്ക് സംസാരിക്കണം. അത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്ക്രിപ്റ്റിലുള്ളതാണോ? സ്ക്രിപ്റ്റിലുള്ളതാണ്. ഓക്കെ. അത് ചെയ്തപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? അത് ചെയ്തത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഒന്നാമത്തെ തവണ എടുത്തപ്പോഴത്തേക്കും ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പം തെറ്റുകൾ സംഭവിച്ചിരുന്നു. അപ്പോൾ ശ്യാമേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഗ്രേസിന്റെ സിസ്റ്ററിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഗ്രേസ് എങ്ങനെ റിയാക്ട് ചെയ്യും, അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടേണ്ടതും പറഞ്ഞു തരേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ശരിക്കുള്ള തെളിവാണത്. ഓക്കെ. റിയൽ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഹീറോ ആരാണ്? റിയൽ ലൈഫ് ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും അമ്മ തന്നെയാണ്. രണ്ടും എൻ്റെ അമ്മ രണ്ടിനെയും. അമ്മയുടെ മാസ് ഡയലോഗ്സ് വല്ലതുണ്ടോ? അമ്മ ഒത്തിരി ഡയലോഗ് പറയുന്ന ആളാണ്. ഞാൻ സിമിയെ ചെയ്യാനായിട്ട് എനിക്ക് വേറെ ആരെയും ഒബ്സർവ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അമ്മയെ തന്നെ നോക്കി. നമ്മുടെ എല്ലാ അമ്മമാരിലും ഉണ്ട് ഒരു സിമി. ചിലപ്പോ ഒന്ന് ഒതുങ്ങി, ചിലപ്പോ ഒന്ന് പറഞ്ഞ് അപ്പം അമ്മയാണ് വേണ്ട സമയത്ത് പറഞ്ഞ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. എന്താ പറയാ, ഇനിയുള്ള എക്സ്പെക്ടേഷൻ എന്താണ് സിനിമയിൽ? എനിക്ക് സിമിയെ പോലുള്ള പ്രേക്ഷകരെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ്. എന്നും ഓർത്തു വെക്കുന്ന ഒരു മെമ്മറി എന്താ കുമ്പളങ്ങി നൈറ്റ്സ്? അതിലെ ആ ഫസ്റ്റ് എന്നെ സിമിയിൽ ആക്കിയ ദിവസം തന്നെയാണ്. എന്നോട് സിമിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞ ആ 5th മീറ്റിങ്ങിലെ ആ ദിവസമാണ് എനിക്ക് എന്നും ഓർമ്മിക്കാവുന്നത്. സിമിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും റിയൽ ലൈഫിൽ? ഒത്തിരി സിനിമമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷമീനെ കണ്ടിട്ടുണ്ടാവില്ല? ഇല്ല, അത് ശ്യാമേട്ടന് മാത്രമേ അറിയുള്ളൂ. കാരണം അത് അങ്ങനെ വല്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? ശരിയാണ്.